സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത് 50 ചോദ്യങ്ങളുടെ ഒരു മോക്ക് ടെസ്റ്റ് ആണ്. സെലക്ട് ചെയ്തിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, മനുഷ്യ ശരീരത്തിൽ സംഭരിച്ചു വെക്കുന്ന വിറ്റാമിനുകൾ ചുവടെ പറയുന്നവയിൽ ഏതെല്ലാമാണ്? മനുഷ്യ ശരീരത്തിൽ സംഭരിച്ചു വെക്കുന്ന വിറ്റാമിനുകൾ ചുവടെ പറയുന്നവയിൽ ഏതെല്ലാമാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം. വിറ്റാമിൻ എ, ഡി, കെ എന്നിവയാണ് മനുഷ്യ ശരീരത്തിൽ സംഭരിച്ചു വെക്കുന്ന വിറ്റാമിനുകൾ. വിറ്റാമിൻ എ, ഡി, കെ. ഏറ്റവും വലിയ നദീജന്യ ദ്വീപായ മാജുലി ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? മാജുലി ദ്വീപ് നദീജന്യ ദ്വീപാണ് മാജുലി ദ്വീപ്. മാജുലി ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? ബ്രഹ്മപുത്ര നദി. ബ്രഹ്മപുത്ര നദിയിലാണ് മാജുലി ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ദിരാഗാന്ധി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇന്ദിരാഗാന്ധി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് തിരുപ്പൂരാണ്. തിരുപ്പൂരാണ് ഇന്ദിരാഗാന്ധി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. കാതുമുറി പ്രസ്ഥാനത്തിന്റെ നേതാവ്. കാതുമുറി പ്രസ്ഥാനത്തിന്റെ നേതാവ് ആര്യപ്പള്ളം. കാതുമുറി പ്രസ്ഥാനത്തിന്റെ നേതാവ് ആരാണ്? ആര്യപ്പള്ളമാണ്. ശുചീന്ദ്രൻ കൈമുക്ക് എന്ന കുറ്റവിചാരണ രീതി നിർത്തലാക്കിയ ഭരണാധികാരി ആരാണ്? ശുചീന്ദ്രൻ കൈമുക്ക് എന്ന കുറ്റവിചാരണ രീതി നിർത്തലാക്കിയ ഭരണാധികാരിയാണ് സ്വാതി തിരുനാൾ. സ്വാതി തിരുനാളാണ് ശുചീന്ദ്രൻ കൈമുക്ക് എന്ന കുറ്റവിചാരണ രീതി നിർത്തലാക്കിയത്. തിരുവിതാംകൂർ സർവകലാശാലയുടെ ആദ്യത്തെ വൈസ് ചാൻസലർ ആരായിരുന്നു? തിരുവിതാംകൂർ സർവകലാശാലയുടെ ആദ്യത്തെ വൈസ് ചാൻസലർ ആയിരുന്നത് CP രാമസ്വാമി അയ്യറാണ്. CP രാമസ്വാമി അയ്യറാണ് തിരുവിതാംകൂർ സർവകലാശാലയുടെ ആദ്യത്തെ വൈസ് ചാൻസലർ ആയിരുന്നത്. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ കലാപം ഏതാണ്? ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ കലാപം അഞ്ചുതെങ്ങ് കലാപമാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ കലാപം ഏത് എന്ന് ചോദിച്ചാൽ അഞ്ചുതെങ്ങ് കലാപമാണ്. ആദ്യത്തെ സംഘടിത കലാപം ഏത് എന്ന് ചോദിച്ചാൽ അത് ആറ്റിങ്ങൽ കലാപമാണ്. ചുവടെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചത് 1931 നവംബർ 1-നാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പനാണ്. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് കെ കേളപ്പനാണ്. AK ഗോപാലനായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വളണ്ടിയർ ക്യാപ്റ്റൻ. ഇതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ സി ആണ്. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? ഖാൻ അബ്ദുൾ ഗാഫർ ഖാനാണ് അതിർത്തി ഗാന്ധി എന്ന് അറിയപ്പെടുന്നത്. കേരളത്തിൽ പാലക്കാട് നിന്നുള്ള ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതാരാണ്? പാലക്കാട് നിന്നുള്ള ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് TR കൃഷ്ണസ്വാമി അയ്യറാണ്. TR കൃഷ്ണസ്വാമി അയ്യറാണ് പാലക്കാട് നിന്നുള്ള ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം പൗരന്മാർക്ക് ലഭിക്കേണ്ട അവകാശങ്ങളുടെ പട്ടിക ഉൾപ്പെടുത്തി 1928 തയ്യാറാക്കിയ ഭരണഘടനാ സമാനമായ രേഖ ഏത്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം പൗരന്മാർക്ക് ലഭിക്കേണ്ട അവകാശങ്ങളുടെ പട്ടിക ഉൾപ്പെടുത്തി 1928 തയ്യാറാക്കിയ ഭരണഘടനാ സമാനമായ രേഖയാണ് നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട്. ബ്രിട്ടീഷുകാർക്കെതിരെ അല്ലെങ്കിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ ഗറില്ല യുദ്ധമുറ സ്വീകരിച്ചത് ചുവടെ പറയുന്നവരിൽ ആരാണ്? ഗറില്ല യുദ്ധമുറ സ്വീകരിച്ചത് ഓപ്ഷൻസ് തന്നിരിക്കുന്നത് പഴശ്ശിരാജ, താത്യ തോപ്പി, ഝാൻസി റാണി, A, B എന്നിവർ. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. A, B എന്നിവരാണ്. പഴശ്ശിരാജയും താത്യ തോപ്പിയുമാണ് ഗറില്ല യുദ്ധമുറ സ്വീകരിച്ചത്. പൂർണ്ണമായും മലയാളത്തിൽ പ്രസിദ്ധീകരിച്ച ആദ്യ പുസ്തകം ഏതാണ്? പൂർണ്ണമായും മലയാളത്തിൽ പ്രസിദ്ധീകരിച്ച ആദ്യത്തെ പുസ്തകമാണ് സംക്ഷേപ വേദാർത്ഥം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. സംക്ഷേപ വേദാർത്ഥമാണ് പൂർണ്ണമായും
മലയാളത്തിൽ പ്രസിദ്ധീകരിച്ച ആദ്യത്തെ പുസ്തകം? നാടുകാണി ചുരം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ഏത് ജില്ലയിലാണ്? നാടുകാണി ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല മലപ്പുറം ജില്ലയാണ്. മലപ്പുറം ജില്ലയിലാണ് നാടുകാണി ചുരം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി വയനാട് പീഠഭൂമിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമിയാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ എ ആണ്, വയനാട് പീഠഭൂമി. ചുവടെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതെന്ന് കണ്ടെത്തുക. പുറക്കാട് കടപ്പുറം സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലാണ്. ചെറായി ബീച്ച് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലാണ്. കേരളത്തിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളാണ് പാമ്പാർ, കബനി, ഭവാനി എന്നിവ. ഇതിൽ തെറ്റായ പ്രസ്താവന എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളാണ് കബനി, ഭവാനി, പാമ്പാർ എന്നിവ. ചുവടെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതെന്ന് കണ്ടെത്തുക. വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രമായ ഇരവികുളം പാർക്കിനെ ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ചത് 1978 ഇരവികുളം പാർക്കിനെ ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് 1978 പറഞ്ഞിരിക്കുന്നു. സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ചത് 1984 പറഞ്ഞിരിക്കുന്നു. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനമാണ് ഇരവികുളം എന്ന് പറഞ്ഞിരിക്കുന്നു. സൈലന്റ് വാലി ദേശീയോദ്യാനം ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുന്നതല്ല എന്ന് പറഞ്ഞിരിക്കുന്നു. ഇതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതാണ്? തെറ്റായിട്ടുള്ള പ്രസ്താവന ഓപ്ഷൻ ഡി ആണ് ഉത്തരം. സൈലന്റ് വാലി ദേശീയോദ്യാനം ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുന്നതല്ല എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സൈലന്റ് വാലി ദേശീയോദ്യാനം ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുന്നതാണ്. ആദ്യത്തെ പ്രസ്താവന ശരിയാണ്. വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രമാണ് ഇരവികുളം നാഷണൽ പാർക്ക്. ഇരവികുളം നാഷണൽ പാർക്കിനെ ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ച വർഷം ഏത് എന്ന് ചോദിച്ചാൽ 1978. അതുപോലെ സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത് ഏത് വർഷമാണ്? 1984. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനമാണ് ഇരവികുളം. അടുത്ത ചോദ്യം, ദേശീയ കൈത്തറി ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ദേശീയ കൈത്തറി ദിനം ഓഗസ്റ്റ് 7 ദേശീയ കൈത്തറി ദിനമായിട്ട് ആചരിക്കുന്നത്. ഓഗസ്റ്റ് 7. സ്വത്തവകാശത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? സ്വത്തവകാശത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം 300A ആണ്. അനുച്ഛേദം 300A ആണ് സ്വത്തവകാശത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം. രാജ്യരക്ഷാ പ്രവർത്തനത്തിനും രാഷ്ട്ര സേവനത്തിനും തയ്യാറാകുക എന്നത് എന്താണ്? മൗലിക കടമയാണ്. രാജ്യരക്ഷാ പ്രവർത്തനത്തിനും രാഷ്ട്ര സേവനത്തിനും തയ്യാറാകുക എന്നത് മൗലിക കടമയാണ്. 86ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ 11ാമത് മൗലിക കടമ ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കപ്പെട്ടത് ഏത് വർഷമാണ്? 86ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ 11ാമത് മൗലിക കടമ ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കപ്പെട്ടത് 2002. ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ലാൽ ബഹദൂർ ശാസ്ത്രിയെക്കുറിച്ച് ശരിയായ പ്രസ്താവന ഏതാണ്? ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ലാൽ ബഹാദൂർ ശാസ്ത്രിയെക്കുറിച്ചുള്ള പ്രസ്താവനകളാണ് താഴെ തന്നിരിക്കുന്നത്. അതിൽ ശരിയായത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. താഷ്കന്റ് കരാറിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി. മരണാനന്തര ബഹുമതിയെ ഭാരതരത്ന ലഭിച്ച ആദ്യ വ്യക്തി. ഒക്ടോബർ 2 ജന്മദിനമായ ഇന്ത്യൻ പ്രധാനമന്ത്രി. A, B, C എന്നിവ ശരിയാണ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. A, B, C എന്നിവ ശരിയാണ്. താഷ്കന്റ് കരാറിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ലാൽ ബഹാദൂർ ശാസ്ത്രിയാണ്. ശരിയാണ്. മരണാനന്തര ബഹുമതിയായിട്ട് ഭാരതരത്ന ലഭിച്ച ആദ്യ വ്യക്തിയാണ് ലാൽ ബഹാദൂർ ശാസ്ത്രി. ശരിയാണ്. ലാൽ ബഹാദൂർ ശാസ്ത്രിയുടെ ജന്മദിനം ഒക്ടോബർ 2 ശരിയാണ്. വിവരാവകാശ നിയമം പാർലമെന്റ് പാസാക്കുന്നതിന് പ്രേരക ശക്തിയായി മാറിയ കിസാൻ മസ്ദൂർ ശക്തി സംഘടൻ എന്ന സംഘടനയ്ക്ക് നേതൃത്വം നൽകിയത് ആരാണ്?
വിവരാവകാശ നിയമം പാർലമെന്റ് പാസ്സാക്കുന്നതിന് പ്രേരക ശക്തിയായി മാറിയ സംഘടന ഏത് എന്ന് ചോദിക്കാറുണ്ട്. ഏത് സംഘടനയാണ്? മസ്ദൂർ കിസാൻ ശക്തി സംഘടന എന്ന സംഘടനയാണ്. ഈ മസ്ദൂർ കിസാൻ ശക്തി സംഘടന എന്ന സംഘടനയ്ക്ക് നേതൃത്വം നൽകിയത് ആരാണ് എന്നതാണ് ചോദ്യം. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, അരുണ റായ് ആണ്. അരുണ റായ്. അശോക ചക്രത്തിന്റെ വലതുഭാഗത്ത് കാണപ്പെടുന്ന മൃഗം ഏതാണ്? അശോക ചക്രത്തിന്റെ വലതുഭാഗത്ത് കാണപ്പെടുന്ന മൃഗം കാളയാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, കാള. ജീനുകൾ സ്ഥിതി ചെയ്യുന്നത് ഡാഷിലാണ്. ജീനുകൾ സ്ഥിതി ചെയ്യുന്നത് ക്രോമസോമിലാണ്. ജീനുകൾ സ്ഥിതി ചെയ്യുന്നത് ക്രോമസോമിലാണ്. ഹൈഡ്രജൻ വാതകത്തിന്റെ നിർമ്മാണ പ്രക്രിയ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഹൈഡ്രജൻ വാതകത്തിന്റെ നിർമ്മാണ പ്രക്രിയ ബോഷ് പ്രക്രിയ. ഹൈഡ്രജൻ വാതകത്തിന്റെ നിർമ്മാണ പ്രക്രിയയാണ് ബോഷ് പ്രക്രിയ. ബ്ലാസ്റ്റ് ഫർണസിൽ നിന്ന് ലഭിക്കുന്ന ഇരുമ്പ് അറിയപ്പെടുന്നത്? ബ്ലാസ്റ്റ് ഫർണസിൽ നിന്ന് ലഭിക്കുന്ന ഇരുമ്പ് പിഗ് അയൺ ആണ്. ബ്ലാസ്റ്റ് ഫർണസിൽ നിന്നും ലഭിക്കുന്ന ഇരുമ്പാണ് പിഗ് അയൺ എന്ന് അറിയപ്പെടുന്നത്. ബോയിൽ നിയമം പ്രതിപാദിക്കുന്നത് ഏതൊക്കെ തമ്മിലുള്ള ബന്ധമാണ്? ബോയിൽ നിയമം പ്രതിപാദിക്കുന്നത് ഏതൊക്കെ തമ്മിലുള്ള ബന്ധമാണ്? മർദ്ദവും ഊഷ്മാവും തമ്മിലുള്ള ബന്ധമാണ് ബോയിൽ നിയമം പ്രതിപാദിക്കുന്നത്. മർദ്ദവും ഊഷ്മാവും തമ്മിലുള്ള ബന്ധം. മർദ്ദം കൂടുന്നതിനനുസരിച്ച് ഒരു ദ്രാവകത്തിന്റെ തിളനില അല്ലെങ്കിൽ ബോയിലിംഗ് പോയിന്റിന് എന്ത് സംഭവിക്കുന്നു? മർദ്ദം കൂടുന്നതിനനുസരിച്ച് ഒരു ദ്രാവകത്തിന്റെ തിളനില കൂടുന്നു. ഓപ്ഷൻ ബി ആണ് ഉത്തരം, കൂടുന്നു. മുഖം നോക്കുന്നതിന് ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ്? മുഖം നോക്കുന്നതിന് ഉപയോഗിക്കുന്ന ദർപ്പണം സമതല ദർപ്പണമാണ്. സമതല ദർപ്പണം. മൂലകങ്ങളുടെ വർഗീകരണവുമായി ബന്ധപ്പെട്ട ത്രികങ്ങൾ എന്ന ആശയം മുന്നോട്ട് വെച്ച ശാസ്ത്രജ്ഞൻ ആര്? മൂലകങ്ങളുടെ വർഗീകരണവുമായിട്ട് ബന്ധപ്പെട്ട ത്രികങ്ങൾ എന്ന ആശയം, ത്രികങ്ങൾ, ഡോബറൈനർ ആണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം, ഡോബറൈനർ. ഇന്ത്യയെയും പാകിസ്ഥാനെയും വേർതിരിക്കുന്ന അതിർത്തി രേഖ അറിയപ്പെടുന്നത് റാഡ്ക്ലിഫ് ലൈൻ ആണ്. റാഡ്ക്ലിഫ് ലൈൻ ഏതൊക്കെ രാജ്യങ്ങളെ തമ്മിലാണ് വേർതിരിക്കുന്നത്? ഇന്ത്യയെയും പാകിസ്ഥാനെയുമാണ്. ഇന്ത്യയെയും പാകിസ്ഥാനെയും തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി രേഖയാണ് റാഡ്ക്ലിഫ് ലൈൻ. ലോകത്തെ എത്ര സമയ മേഖലകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്? ലോകത്തെ എത്ര സമയ മേഖലകൾ ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്? 24 സമയ മേഖലകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. 24. കോളറ, ടൈഫോയിഡ് എന്നീ രോഗങ്ങൾ ബാധിക്കുന്ന ശരീരഭാഗം ഏതാണ്? കോളറ ബാധിക്കുന്ന ശരീരഭാഗം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? കുടലാണ്. ടൈഫോയിഡ് ബാധിക്കുന്ന ശരീരഭാഗം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? കുടലാണ്. കോളറ, ടൈഫോയിഡ് എന്നിവയെല്ലാം ബാധിക്കുന്നത് കുടലിനെയാണ്. സസ്യങ്ങളുടെ പുഷ്പിക്കലിന് സഹായകമായ ഹോർമോൺ ഏതാണ്? സസ്യങ്ങളുടെ പുഷ്പിക്കലിന് സഹായകമായ ഹോർമോൺ ഫ്ലോറിജിൻ ആണ്. ഫ്ലോറിജിൻ. ഓപ്ഷൻ ഡി, ഫ്ലോറിജിൻ. എന്തിനെ സഹായിക്കുന്നു? സസ്യങ്ങളെ പുഷ്പിക്കാൻ സഹായിക്കുന്നു. ഏത് ഹോർമോണാണ്? ഫ്ലോറിജിൻ. മാർത്താണ്ഡവർമ്മയുടെ റവന്യൂ മന്ത്രി ആരായിരുന്നു? മാർത്താണ്ഡവർമ്മയുടെ റവന്യൂ മന്ത്രി പള്ളിയാടി മല്ലൻ ശങ്കരൻ. പള്ളിയാടി മല്ലൻ ശങ്കരൻ ആരുടെ റവന്യൂ മന്ത്രിയായിരുന്നു? മാർത്താണ്ഡവർമ്മയുടെ റവന്യൂ മന്ത്രിയായിരുന്നു പള്ളിയാടി മല്ലൻ ശങ്കരൻ. ചെറുകുടലിൽ ജലം ആഗിരണം ചെയ്യപ്പെടുന്ന രീതി. ചെറുകുടലിൽ ജലം ആഗിരണം ചെയ്യപ്പെടുന്ന രീതിയാണ് ഓസ്മോസിസ്. ഓപ്ഷൻ സി ആണ് ഉത്തരം, ഓസ്മോസിസ്. ഓസ്മോസിസ് എന്നാൽ എന്താണ്? ചെറുകുടലിൽ ജലം ആഗിരണം ചെയ്യപ്പെടുന്ന രീതിയാണ് ഓസ്മോസിസ്. 10 സിദ്ധാന്തങ്ങൾ ഏത് പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? 10 സിദ്ധാന്തങ്ങൾ ഏത് പ്രസ്ഥാനവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ആര്യ സമാജവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ആര്യ സമാജം. 10 സിദ്ധാന്തങ്ങൾ. ഏത് ലോഹത്തിന്റെ അയിരാണ് ഗലീന? ഗലീന ഏത് ലോഹത്തിന്റെ അയിരാണ്? ലെഡ്. ലെഡിന്റെ അയിരാണ് ഗലീന. തത്വചിന്തകനായ ഇന്ത്യൻ പ്രസിഡന്റ് എന്നറിയപ്പെട്ടത് ആരാണ്? തത്വചിന്തകനായ ഇന്ത്യൻ പ്രസിഡന്റ് എന്ന് അറിയപ്പെട്ടത് എസ് രാധാകൃഷ്ണനാണ്. എസ് രാധാകൃഷ്ണൻ.
ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ രക്തസാക്ഷി. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ രക്തസാക്ഷി പ്രീതി ലത വഡേദ്കർ ആണ്. പ്രീതി ലത വഡേദ്കർ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ രക്തസാക്ഷി. വ്യക്തി സത്യാഗ്രഹം എന്ന സമരമുറ ഗാന്ധിജി ആരംഭിച്ചത് ഏത് വർഷമാണ്? വ്യക്തി സത്യാഗ്രഹം എന്ന സമരമുറ ഗാന്ധിജി ആരംഭിച്ച വർഷം 1940 ആണ്. 1940. ജാലിയൻ വാലാബാഗ് സംഭവത്തിന് കാരണമായ കരി നിയമം ഏതാണ്? ജാലിയൻ വാലാബാഗ് സംഭവത്തിന് കാരണമായ കരി നിയമം റൗലറ്റ് നിയമമാണ്. റൗലറ്റ് നിയമം. ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രിക് ട്രെയിൻ. ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രിക് ട്രെയിൻ ഡെക്കാൻ ക്യൂൻ ആണ്. ഡെക്കാൻ ക്യൂൻ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രിക് ട്രെയിൻ. മനുഷ്യ ശരീരത്തിൽ വൃക്കകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണിന്റെ പേരെന്ത്? മനുഷ്യ ശരീരത്തിൽ വൃക്കകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണിന്റെ പേര് എറിത്രോപയോറ്റിൻ. എറിത്രോപയോറ്റിൻ. മനുഷ്യ ശരീരത്തിൽ വൃക്കകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് എറിത്രോപയോറ്റിൻ. ഒരു വ്യക്തിക്ക് കണ്ണിൽ നിന്നും 75 സെന്റിമീറ്റർ അടുത്തു വരെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയുന്നില്ല. ചുവടെ പറയുന്നവയിൽ ഏത് നേത്രരോഗമാണ് അതിന് കാരണം? ഒരു വ്യക്തിക്ക് കണ്ണിൽ നിന്നും 75 സെന്റിമീറ്റർ അടുത്തു വരെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയുന്നില്ല. ചുവടെ പറയുന്നവയിൽ ഏത് നേത്രരോഗമാണ് അതിന് കാരണമാകുന്നത്? ഹൈപ്പർമെട്രോപ്പിയയാണ്. ഹൈപ്പർമെട്രോപ്പിയ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് 2010 ഏപ്രിൽ 1 ഗാർഹിക പീഡന നിരോധന നിയമം നിലവിൽ വന്നത് 2006 ഒക്ടോബർ 26 ഇന്ത്യയിലെ വോട്ടിംഗ് പ്രായം 18 വയസ്സാക്കി മാറ്റിയത് 61ാമത് ഭേദഗതിയിലൂടെയാണ്. 1961 സ്ത്രീധന നിരോധന നിയമം പാസാക്കി. ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയായ പ്രസ്താവനകൾ. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ്. വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് 2010 ഏപ്രിൽ 1 ശരിയാണ്. ഗാർഹിക പീഡന നിരോധന നിയമം നിലവിൽ വന്നത് 2006 ഒക്ടോബർ 26 ശരിയാണ്. ഇന്ത്യയിലെ വോട്ടിംഗ് പ്രായം 18 വയസ്സാക്കി മാറ്റിയത് 61ാമത് ഭേദഗതിയിലൂടെയാണ്. ശരിയാണ്. 1961 സ്ത്രീധന നിരോധന നിയമം പാസാക്കി. ശരിയാണ്. അടുത്ത ചോദ്യം. താഴെ പറയുന്നവ ചേരുംപടി ചേർക്കുക. തന്നിരിക്കുന്നത് പ്രാർത്ഥനാ സമാജം, ആര്യ സമാജം, ഹിതകാരിണി സഭ, സത്യശോധക് സമാജം. ചേരുംപടി ചേർക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ. പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചത് ആത്മാരാം പാണ്ഡുരംഗ് ആണ്. ആര്യ സമാജം ദയാനന്ദ സരസ്വതി. ഹിതകാരിണി സമാജം വീരേശലിംഗം. സത്യശോധക് സമാജം ജ്യോതിറാവു ഫുലെ. അടുത്ത ചോദ്യം. താഴെ തന്നിരിക്കുന്നവയിൽ വാഗ്ഭടാനന്ദന്റെ പ്രസിദ്ധീകരണങ്ങൾ ഏതൊക്കെയാണ്? വാഗ്ഭടാനന്ദന്റെ പ്രസിദ്ധീകരണങ്ങൾ ഏതൊക്കെയാണ് എന്നതാണ് ചോദ്യം. ചോദിച്ചിരിക്കുന്നത് വാഗ്ഭടാനന്ദന്റെ പ്രസിദ്ധീകരണങ്ങൾ ഏതൊക്കെയാണ് എന്നാണ്. പ്രസിദ്ധീകരണങ്ങൾ തന്നിരിക്കുന്നു. അഭിനവ കേരളം, ശിവയോഗി വിലാസം, തത്വപ്രകാശിക, ആത്മവിദ്യാ കാഹളം. ഉത്തരം ഓപ്ഷൻ സി ആണ്. 1, 2, 4 എന്നിവ മാത്രം. അഭിനവ കേരളം, ശിവയോഗി വിലാസം, ആത്മവിദ്യാ കാഹളം. അടുത്ത ചോദ്യം. താഴെ തന്നിരിക്കുന്നവയിൽ കുറിച്യ കലാപവുമായി ബന്ധപ്പെട്ട് ശരിയായത് ഏത്? തന്നിരിക്കുന്നു. വർഷം 1822, നേതാവ് രാമനമ്പി, മുദ്രാവാക്യം വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക. കുറിച്യ കലാപവുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായതാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. 2, 3 എന്നിവ മാത്രം ശരിയാണ്. കുറിച്യ കലാപത്തിന്റെ നേതാവായിരുന്നത് രാമനമ്പിയാണ്. ശരിയാണ്. കുറിച്യ കലാപത്തിന്റെ മുദ്രാവാക്യം വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക എന്നതാണ്.
വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക ഏത് കലാപവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിക്കാറുണ്ട്. ഏത് കലാപവുമാണ്? കുറിച്യ കലാപവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇനി കുറിച്യ കലാപം നടന്ന വർഷം ഏതാണ്? 1812 കുറിച്യ കലാപം നടന്നത്. 1812. അവസാനത്തെ ചോദ്യം, വരയുടെ പരമശിവൻ എന്ന് VKN വിശേഷിപ്പിച്ചത് ആരെയാണ്? വരയുടെ പരമശിവൻ എന്ന് VKN വിശേഷിപ്പിച്ചത് ആരെയാണ്? KM വാസുദേവൻ നമ്പൂതിരി. ഓപ്ഷൻ സി ആണ് ഉത്തരം. KM വാസുദേവൻ നമ്പൂതിരി. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ 50 ചോദ്യങ്ങളാണ് നോക്കിയത്. ഇതിൽ എത്ര ക്വസ്റ്റ്യൻസിന് ആൻസർ കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്